ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് മോംഗോ ഡി ബി, നമ്മുടെ സിസ്റ്റത്തിൽ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, മോംഗോ ഡി ബിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കമാൻഡ്സ്, ഇതെല്ലാം 1 അവറിൽ നോക്കാൻ പോവാണ് കേട്ടോ. മോംഗോ ഡി ബി ഒരു ഓപ്പൺ സോഴ്സ് നോൺ എസ്ക്യുഎൽ ഡാറ്റാബേസ് ആണ്. നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും റിലേഷണൽ ഡാറ്റാബേസ് അറിയായിരിക്കും അല്ലെ. അവിടെ നമ്മൾ ടേബിളിലല്ലേ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. ഇനി മോംഗോ ഡി ബിയിലേക്ക് വരുന്ന സമയത്ത് ഒരു JSON ലൈക്ക് ഡോക്യുമെന്റ് ഫോർമാറ്റിലാണ് ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ടെക്നിക്കലി നമ്മൾ ഇതിന് ബീസൺ എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? അവിടെ നമ്മൾ ഒരു ടേബിളിന് ഒരു സ്കീമ സ്പെസിഫൈ ചെയ്താൽ, അതായത് ഒരു ടേബിള് ഓരോ കോളും അതിന്റെ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഡാറ്റയും അതുപോലെ തന്നെ ആയിരിക്കണം അല്ലെ. എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അത്രയും ഡാറ്റയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ അതിന്റെ ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട്. പക്ഷെ മോംഗോ ഡി ബിയിലേക്ക് വരുന്ന സമയത്ത് മോംഗോ ഡി ബിയിലെ ഡാറ്റാബേസിൽ നമ്മൾ ടേബിളിന് പകരം കളക്ഷൻസിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കളക്ഷൻ ആണുള്ളത്. ടേബിളിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റോ വൈസ് അല്ലേ, അതുപോലെ ഇവിടെ ഡോക്യുമെന്റ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓരോ ഡോക്യുമെന്റിലും കീ വാല്യൂ പേയേഴ്സ് ആയിട്ട്, അതായത് നമ്മൾ നോർമൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് അറിയില്ലേ, ഒബ്ജക്റ്റിലെ പോലെ പ്രോപ്പർട്ടിയും അതിന്റെ വാല്യൂമായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് ഒന്നും എൻഫോഴ്സ് ചെയ്യുന്നില്ല. ഓരോ ഡോക്യുമെന്റിലും നമ്പർ ഓഫ് ഫീൽഡ്സ് ഡിഫറെന്റ് ആയാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഒരു ഡോക്യുമെന്റിൽ ഒരു 5 ഫീൽഡ് ക്രിയേറ്റ് ചെയ്താൽ വേറൊരു ഡോക്യുമെന്റ് വേണ്ടി നമുക്ക് 10 ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ അതിന്റെ ഡാറ്റ ടൈപ്പ് ഇതായിരിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് സ്ട്രിങ്ങോ ഇൻഡിജറോ ഡബിളോ ഒബ്ജക്റ്റോ അറേസോ എന്ത് വേണമെങ്കിലും ഡൈനാമിക് ആയിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് മോംഗോ ഡി ബി ഒരു സ്കീമാലെസ് ആണെന്ന് പറയാം. അതായത് ഒരു പ്രീ ഡിഫൈൻഡ് സ്കീമ ഇതിന് ആവശ്യമില്ല. ാണ് മോംഗോ ഡി ബിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഒരു നോൺ എസ്ക്യുഎൽ ഡാറ്റാബേസ് ആണ്. ഇനി മോംഗോ ഡി ബി എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ പോവുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ മോംഗോ ഡി ബിന്റെ സെർവർ ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. എന്റെ വിൻഡോസ് 64 ആയതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ മോംഗോ ഡി ബി ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ മോംഗോ ഡി ബിന്റെ ഷെല്ലും ഡൗൺലോഡ് ചെയ്യുക. സെർവറും ഷെല്ലും രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ ഈ സെർവറും ഷെല്ലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നമ്മൾ ഈ മോംഗോ ഡി ബിന്റെ സെർവർ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റാളേഷൻ. ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോംഗോ ഡി ബിന്റെ കോമ്പസ് ഇവിടെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇത് മോംഗോ ഡി ബിന്റെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസും കളക്ഷൻസും ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഡാറ്റാബേസിലെ മാനിപ്പുലേഷൻസ് ഒക്കെ ഇവിടുന്ന് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ടെർമിനൽ ത്രൂ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഈ കോമ്പസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്തില്ലേ ടൂൾസിൽ നിന്ന് മോംഗോ ഡി ബിന്റെ ഷെല്ല്, ആ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഫോൾഡറിൽ ബിന്നിൽ പോയിട്ട് മോംഗോ SH ഉണ്ട്. ഈ മോംഗോ SH കട്ട് ചെയ്തിട്ട് നമ്മൾ മോംഗോ ഡി ബി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് C ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിലാണ്. പ്രോഗ്രാം ഫയൽസിൽ മോംഗോ ഡി ബിയിൽ സെർവറിൽ 7.0 ബിൻ ഫോൾഡർ ഉണ്ട്. ഈ ബിൻ ഫോൾഡറിന്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എൻവിറോൺമെന്റ് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ബിൻ ഫോൾഡറിന്റെ പാത്ത് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് സിസ്റ്റത്തിലെ എൻവിറോൺമെന്റ് വേരിയബിൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൽ എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക. അതിൽ ന്യൂ കൊടുത്തിട്ട് നമ്മളിപ്പോ കോപ്പി ചെയ്തുകൊണ്ട് വന്ന പാത്ത് കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുക. ഇപ്പൊ എൻവിറോൺമെന്റ് പാത്തും സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് മോംഗോ ഡി ബിനെ റൺ ചെയ്യണം. അതിന് മോംഗോ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുത്തിട്ട് എന്റർ അടിക്കുക. ഇവിടെ മോംഗോ ഡി ബിന്റെ സെർവർ സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു കമാൻഡ് പ്രോംപ്റ്റ് കൂടി ഓപ്പൺ ചെയ്യണം. ഇവിടെയാണ് നമ്മൾ മോംഗോ ഡി ബിന്റെ ഷെല്ലിനെ റൺ ചെയ്യുന്നത്. ഷെൽ ത്രൂ ആണ് നമ്മൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് മോംഗോ SH എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്യുക.
ഇവിടെ കണ്ടില്ലേ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ CLS കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ ക്ലിയർ ചെയ്യുവാണ്. എനിക്ക് 3 മെത്തേഡിൽ മോംഗോഡിബിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഷെല്ല് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ VS കോഡിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ കോമ്പസ്, ആ കോമ്പസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമാൻഡ്സ് പഠിക്കുന്നത് ഈ മോംഗോ SH യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മോംഗോഡിബിയിൽ ഡാറ്റാബേസും കളക്ഷൻസും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ MySQLിലെ ഡാറ്റാബേസ് പോലെ തന്നെയാണ് മോംഗോഡിബിയിലെ ഡാറ്റാബേസ്. ഇവിടെ റിലേഷണൽ ഡാറ്റാബേസിൽ ടേബിൾസ് ആണെങ്കിൽ ഇവിടെ കളക്ഷൻസ് ആണ് ഉണ്ടാവുക. ഒരു ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ SQL ഒരു ടേബിൾ എടുത്താൽ അവിടെ റോസും കോളംസും അല്ലായിരുന്നു ഉള്ളത്. അതുപോലെ ഇവിടെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഡോക്യുമെന്റിന്റെ അകത്ത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ഡാറ്റ ഉണ്ടാവും. പിന്നെ ഈ ഡോക്യുമെന്റ് എല്ലാം കൂടെ ചേരുന്നതാണ് ഈ കളക്ഷൻ. ഈ കളക്ഷൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു ഡാറ്റാബേസ്. മോംഗോഡിബിയിൽ ഈ കളക്ഷന്റെ സെറ്റ് ആണ് ഡാറ്റാബേസ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡാറ്റാബേസിനെ ലിസ്റ്റ് ചെയ്യാം ഇപ്പൊ സിസ്റ്റത്തിലുള്ള. അതിന് ഷോ DBS എന്നാണ് അതിന്റെ കമാൻഡ്. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 4 ഡാറ്റാബേസ് കാണാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റാബേസിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ, അത് യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് യൂസ് കമാൻഡ് യൂസ് ചെയ്യാം. സ്പേസ് ഇട്ടിട്ട് ഡാറ്റാബേസിന്റെ നെയിം കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. ഇപ്പൊ അത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഡാറ്റാബേസിലേക്ക് സ്വിച്ച് ആയി. ഇനി നമുക്കൊരു പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് സെയിം യൂസ് കമാൻഡ് തന്നെ യൂസ് ചെയ്താൽ മതി. യൂസ് സ്പേസ് നമ്മുടെ ഡാറ്റാബേസിന് നെയിം കൊടുക്കുക. ഇവിടെ ഈ ഡാറ്റാബേസ് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് സ്വിച്ച് ആവുക. ഇപ്പൊ നമ്മൾ സ്കൂൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഗെയിൻ ഡാറ്റാബേസിന്റെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഷോ സ്പേസ് DBS. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ഡാറ്റാബേസ് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂൾ ഡാറ്റാബേസ് എംപ്റ്റി ആണ്. ഇതുവരെ ഒരു കളക്ഷനും അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. ഞാൻ ഈ സ്കൂൾ ഡാറ്റാബേസിൽ അതിന്റെ ആദ്യത്തെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ SQL ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് db.create collection. ഇനി ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻസ് ഇല്ലേ, അതുപോലെ മെത്തേഡ്സ് ആണ് ഇവിടെയും മോംഗോഡിബിയിലും വരുന്നത്. ഇനി ഇതിന്റെ അകത്ത് സിംഗിൾ കോഡ്സിൽ എന്റെ കളക്ഷന്റെ നെയിം കൊടുക്കുക. അതിന്റെ ഫസ്റ്റ് കളക്ഷൻ ഞാൻ സ്റ്റുഡന്റ് എന്നാണ് കൊടുക്കുന്നത്. എൻ്റർ അടിക്കുക. ഇവിടെ സ്റ്റുഡന്റ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ഡാറ്റാബേസിന്റെ ലിസ്റ്റ് എടുക്കാം. ഷോ സ്പേസ് DBS. നമ്മുടെ സ്കൂളിന്റെ ഡാറ്റാബേസും ഈ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ കറന്റ് ഡാറ്റാബേസ് റിമൂവ് ചെയ്യണമെങ്കിൽ db.drop database എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യാം. സോറി, നമ്മൾ ഡാറ്റാബേസിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡാറ്റാബേസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അഗെയിൻ ഞാൻ ഇതിനൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. ക്ലിയർ ചെയ്തിട്ട് ഡാറ്റാബേസിനെ ലിസ്റ്റ് എടുക്കാം. ഷോ DBS എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കൂള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് റിമൂവ് ആയിട്ടുണ്ട്. ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമാൻഡ്സ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസിലേക്ക് റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ സ്കൂളിന്റെ ഡാറ്റാബേസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അഗെയിൻ നമുക്ക് സ്കൂൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് 2 വിധത്തിൽ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ഡോക്യുമെന്റ് അറ്റ് എ ടൈം ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ഡോക്യുമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് db.സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ കളക്ഷന്റെ നെയിം കൊടുക്കുക. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് അല്ലേ ഇത്. ഇവിടെ സ്റ്റുഡൻസ് കളക്ഷൻ ഇല്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ കളക്ഷൻ ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇൻസേർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇത് അഗെയിൻ മെത്തേഡ് ആണ്. ഇതിന്റെ അകത്ത് ഒബ്ജക്റ്റ്, നമുക്കറിയാം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് ആണ്. SQL ഡാറ്റാബേസിൽ റോ വരുന്നത് പോലെ ഇവിടെ ഒബ്ജക്റ്റ് ഡോക്യുമെന്റ്സ് ആണ് വരിക. അതിന്റെ അകത്ത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ കോളം വാല്യൂം സ്പെസിഫൈ ചെയ്യുന്നത്, ഓരോ ഫീൽഡ് വാല്യൂം കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഒബ്ജക്റ്റിന്റെ കർലി ബ്രേസസ് കൊടുക്കുന്നു. എന്നിട്ട് ഓരോ ഫീൽഡ് ആയിട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് ഫീൽഡ് ഞാൻ കൊടുക്കുന്നത് നെയിം ആണ്. എന്നിട്ട് സിംഗിൾ കോഡ്സിൽ നെയിമിന്റെ വാല്യൂ കൊടുക്കുന്നു. ഞാനിവിടെ നെയിം അന്ന എന്നാണ് കൊടുക്കുന്നത്. ഈ നെക്സ്റ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കുന്നു. അതിന് ഞാൻ 12 എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ കൊടുക്കുന്നത്.
ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡും കൂടെ കൊടുത്തിട്ട് അതിന് വാല്യൂ ആയിട്ട് എ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ എന്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിന് db ഡോട്ട് നമ്മുടെ കളക്ഷന്റെ നെയിം കൊടുക്കുക, സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻ മെത്തേഡ് കൊടുത്താൽ മതി. ഫൈൻ മെത്തേഡ് നമുക്ക് എല്ലാ റെക്കോർഡ്സിനെയും റിട്ടേൺ ചെയ്യും. എന്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ അന്ന, ഏജ്, ഗ്രേഡ് ഇത് വന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒബ്ജക്റ്റിന് ഒരു ഐഡിയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് അഗെയിൻ db ഡോട്ട് നമ്മുടെ കളക്ഷന്റെ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഇൻസേർട്ട് മെനി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടാണ് ഡോക്യുമെന്റ്സ് സേവ് ചെയ്യുന്നത്. നമുക്ക് ഒബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യണം ഒരു അറേന്റെ അകത്തേക്ക്. വെറുതെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഒബ്ജക്ട്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിന് അറേ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അതിനകത്ത് നമുക്ക് എത്ര ഡോക്യുമെന്റ്സ് ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത്രയും കോമ സെപ്പറേറ്റ് ചെയ്ത് ബ്രേസസ് കൊടുക്കുക. ആദ്യം ഞാൻ ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻസേർട്ട് ചെയ്യുവാണ്. അതിന് നെയിം സിജു എന്നാണ് കൊടുക്കുന്നത്. ഏജ് 30 എന്ന് കൊടുക്കുന്നു. ഗ്രേഡ് എ എന്ന് കൊടുക്കുന്നു. കോമ ഇട്ടിട്ട് ഒരു ഡോക്യുമെന്റും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അഗെയിൻ നെയിം നീതു എന്ന് കൊടുക്കുന്നു. ഏജ് 20 സെറ്റ് ചെയ്യുന്നു. ഗ്രേഡ് ബി കൊടുക്കുന്നു. എന്റർ അടിക്കാം. ഇവിടെ 2 ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അഗെയിൻ ഇതിനെ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ db ഡോട്ട് ഡോക്യുമെന്റ് നെയിം ഡോട്ട് ഫൈൻഡ് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആ ഫസ്റ്റ് ഒബ്ജക്റ്റും പിന്നെ ഇപ്പൊ ഇൻസേർട്ട് ചെയ്ത 2 ഒബ്ജക്റ്റും ഇത് മൂന്നും ഇൻസേർട്ട് ചെയ്ത് വന്നത് കാണാം. അപ്പൊ ഇതാണ് മോംഗോഡിബിന്റെ ഇൻസേർട്ട് കമാൻഡ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെയാണ് ഈ റെക്കോർഡ്സിനെ സോർട്ട് ചെയ്യുന്നതെന്നും പിന്നെ ലിമിറ്റ് ചെയ്യുന്നതെന്നും നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സോർട്ട് ചെയ്യാം. db ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് പിന്നെ ഫൈൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് മെത്തേഡ് ചേഞ്ച് ചെയ്യാം. ആദ്യം നമുക്കിത് ഷോ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഫൈൻഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സോർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. സോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളക്ഷനിൽ 3 ഫീൽഡ് അല്ലായിരുന്നു ഉള്ളത്, നെയിം, ഏജ്, ഗ്രേഡ്. അപ്പൊ എനിക്ക് നെയിം യൂസ് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. സോ ഞാൻ ഫീൽഡ് നെയിം കൊടുക്കുന്നു, നെയിം, എന്നിട്ട് 1 എന്ന് കൊടുക്കുന്നു. 1 കൊടുത്താൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. -1 കൊടുത്താൽ റിവേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. അപ്പൊ 1 കൊടുത്തിട്ട് എന്റർ അടിക്കുന്നു. ഇവിടെ കാണാം നമുക്ക് നെയിമിന്റെ ബേസിൽ ഇത് സോർട്ട് ആയിട്ടുണ്ട്. അന്ന, നീതു, സിജു. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. സെയിം കമാൻഡ് തന്നെ 1ന് പകരം -1 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ എന്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിസെൻഡിങ് ഓർഡറിൽ റെക്കോർഡ്സ് സോർട്ടായി വന്നിരിക്കുന്നത് കാണാം. ഒന്നും കൂടെ ക്ലിയർ ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ നെയിമിന് പകരം ഏജ് ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്താലോ? ഏജ് അസെൻഡിങ് ഓർഡറിൽ വരുന്ന പോലെ സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അന്ന, പിന്നെ നീതു, സിജു ആ ഓർഡറിൽ സോർട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാം. നമുക്ക് ലിമിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് എനിക്ക് ഒരു റെക്കോർഡ് മതി, അല്ലെങ്കിൽ 2 റെക്കോർഡ് മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അഗെയിൻ db ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻഡ് കൊടുക്കുന്നു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു റെക്കോർഡ് ഇവിടെ കാണിച്ചാൽ മതി. സോ ഞാൻ ലിമിറ്റ് ഓഫ് 1 കൊടുക്കുന്നു. എത്ര നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ആണോ വരേണ്ടത് ആ ഡോക്യുമെന്റ്സിന്റെ കൗണ്ട് കൊടുക്കുക. എന്റർ അടിക്കുമ്പോൾ എനിക്കിവിടെ ഒരു സിംഗിൾ ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഡോക്യുമെന്റ് വരണമെങ്കിൽ ഇതിന് പകരം 2 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ 2 ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോർട്ടും ലിമിറ്റും കൂടെ കമ്പൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിൽ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഏജ് ഉള്ളയാളെ റിട്ടേൺ ചെയ്യണം എന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് db ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻഡ് ഡോട്ട് ഫസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏജ് അല്ലേ വേണ്ടത്. സോ ഡിസെൻഡിങ് ഓർഡറിൽ വേണ്ടല്ലേ ചെയ്യാന്. ഏജ് -1. ഇപ്പൊ ഡിസെൻഡിങ് ഓർഡറിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ മതി. സോ ലിമിറ്റ് 1 കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് സോർട്ട് ചെയ്തു. ഏറ്റവും ഫസ്റ്റ് റോയിൽ വരുന്നത്, ഏറ്റവും ഫസ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ഏജ് ഉള്ള ആളാണ്. അത് ലിമിറ്റ് ചെയ്തു 1 വെച്ചിട്ട്. നമുക്ക് സിജു ആണ് ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഏജ് ഉള്ളത്, 30 ആണ് വന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലെസർ ഏജ് ഉള്ള ആളെ വേണമെങ്കിലോ അത് ഈ -1ന് പകരം 1 കൊടുത്താൽ മതി. അപ്പം ഏറ്റവും കുറവ് ഏജ് ഉള്ള ആളെ റിട്ടേൺ. ഇങ്ങനെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ചേഞ്ച് ചെയ്ത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് യൂസ് ചെയ്യാം.
ഇതാണ് MongoDBയിലെ സോർട്ടും ലിമിറ്റും മെത്തേഡ്സ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫൈൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ SQL ക്വറീസിലെ സെലക്ഷൻ പോലെയാണ്. അതായത് നമ്മളിപ്പോ ഫൈൻഡ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ റെക്കോർഡ്സിനെയും റിട്ടേൺ ചെയ്യൂലേ. അതിന് പകരം നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് മാത്രം മതി, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഫിൽട്ടർ ചെയ്ത് കളയുക. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് അഗെയിൻ db.collection name students.find of ഫൈൻഡിന് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, രണ്ടും ഒബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റില് നമ്മൾ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നു. എനിക്ക് നെയിം അന്ന എന്ന് പറഞ്ഞിട്ട് നെയിം ഉള്ള സ്റ്റുഡൻസിനെ മാത്രം ഈ സ്റ്റുഡന്റ് കളക്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. എഗെയിൻ ഞാൻ എൻ്റർ അടിക്കുന്നു. ഇവിടെ അന്നേന്റെ റെക്കോർഡ്സ് മാത്രം വന്നു. ഇനി ഇതേപോലെ നമുക്ക് സിജുവിന്റെ മാത്രം മതിയെങ്കിൽ സുജു എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ചെയ്യുവാണ്. ഇനി ഈ നെയിമിന് പകരം എനിക്ക് ഏജ് ബേസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യണം എന്ന് വിചാരിച്ചു. ഇനി എനിക്ക് നെയിമിന് പകരം ക്രൈറ്റീരിയ സെറ്റ് ചെയ്യേണ്ടത് ഏജ് ഫീൽഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ എഗെയിൻ ഞാൻ ഫീൽഡിന്റെ നെയിം കൊടുക്കുന്നു. കോളൻ ഇട്ടിട്ട് നമ്മുടെ വാല്യൂ എത്രയാണോ അത് കൊടുക്കുന്നു. എനിക്ക് 30 ഏജ് ഉള്ള സ്റ്റുഡൻസിനെ കിട്ടണം. ഞാൻ സെറ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ സിജു എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന് മാത്രമേ ആ 30 ഏജ് ഉള്ളൂ. ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. അതായത് ഇവിടെ ഏജ് മാത്രമല്ല, അതിന്റെ കൂടെ നെയിമും ക്രൈറ്റീരിയ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫീൽഡ് നെയിമും വാല്യൂം കോമ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഏജ് ഞാൻ സിജു എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഏജ് 30 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ അടിക്കുകയാണെങ്കിൽ ഈ 2 ക്രൈറ്റീരിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ് റിട്ടേൺ വന്നിട്ടുണ്ട്. 30 നെയിം സിജു. അപ്പൊ ഇതാണ് ഫൈൻ മെത്തേഡിന്റെ ഫസ്റ്റ് പാരാമീറ്റർ. ഇനി എനിക്ക് ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. ഇനി നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും വേണം, എന്നാലും നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് ഫീൽഡുകൾ വന്നാൽ മതിയെങ്കിൽ അതിന് ഫൈൻ മെത്തേഡിന്റെ സെക്കൻഡ് പാരാമീറ്റർ യൂസ് ചെയ്യണം. അതാണ് എഗെയിൻ അതൊരു ഒബ്ജക്റ്റ് ആണ്. ഇതിൽ നമുക്ക് വേണ്ട ഫീൽഡുകൾ ഏതൊക്കെയാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഫീൽഡ് നെയിം കൊടുക്കണം. ഇത് ഏതർ ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ 1 or -1 കൊടുക്കുക. ഞാൻ ഇവിടെ ട്രൂ ആണ് കൊടുക്കുന്നത്. ഈ ട്രൂ ആയിട്ടുള്ള കോളംസ് ഏതാണോ അത് മാത്രമായിരിക്കും നമുക്ക് റിട്ടേൺ വരുന്നത്. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ID അതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ID വേണ്ടാന്നുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് _ID ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ കാണാം നെയിം മാത്രമുള്ള ഡോക്യുമെന്റ്സ് ആണ്. എല്ലാ ഡോക്യുമെന്റ്സും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിൽ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ എനിക്ക് നെയിമും ഏജും വരണം എന്നുണ്ടെങ്കിൽ എഗെയിൻ ഏജ് കൊടുത്തിട്ട് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റർ അടിച്ചാൽ നെയിമും ഏജും മാത്രം വെച്ചിട്ട് എല്ലാ ഡോക്യുമെന്റ്സും റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കളക്ഷൻസിൽ ഫൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് സെർച്ച് ചെയ്യുമ്പോൾ അതിന് ക്രൈറ്റീരിയ കൊടുത്ത് സെർച്ച് ചെയ്യുന്നതും നമ്പർ ഓഫ് കോളംസ് കൊടുത്ത് സെർച്ച് ചെയ്യുന്നതും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് MongoDBയിൽ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് ഞാൻ ഡോക്യുമെന്റ്സ് ഒന്ന് ഫൈൻഡ് ചെയ്യുവാണ്. db.collection name .find. ഈ 3 ഡോക്യുമെന്റ് അല്ലേ നമ്മുടെ സ്റ്റുഡന്റ് കളക്ഷനിലുള്ളത്. ഇതിൽ എനിക്ക് നീതു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഗ്രേഡ് ബിന്ന് എയിലേക്ക് സെറ്റ് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇൻസേർട്ടിന്റെ കേസ് പറഞ്ഞ പോലെ നമുക്ക് 2 വിധത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യാം. അതിന് അപ്ഡേറ്റ് 1ഉം അപ്ഡേറ്റ് മെനിയും മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം സിംഗിൾ ഡോക്യുമെന്റ് എങ്ങനെയാ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ID വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സേഫ്. കാരണം സിംഗിൾ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ID അല്ലേ ഉണ്ടാവുള്ളൂ. സോ എനിക്കിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നീതുവിന്റെ ആയതുകൊണ്ട് എനിക്ക് നീതുവിന്റെ ID കോപ്പി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇത് നമ്മൾ ഗ്രേഡ് ബിന്ന് സിയിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം അപ്ഡേറ്റ് 1 മെത്തേഡ് യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിന്റെ സിന്റാക്സ് db.collection name students.update 1 എന്നാണ് മെത്തേഡ് നെയിം. ഇതിന്റെ അകത്ത് ഫൈൻഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ ഫിൽട്ടർ കണ്ടീഷനും സെക്കൻഡ് പാരാമീറ്റർ നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഫിൽട്ടർ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലാണ് ഫിൽട്ടർ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ ID ഫീൽഡ് ആണ് കണ്ടീഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ID കോളൻ ഇട്ടിട്ട് നമ്മൾ കോപ്പി ചെയ്തോണ്ട് വന്ന ID സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ പാരാമീറ്ററും ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ സെറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ
ഡോളർ സെറ്റ് ആണ് അത് അതിന്റെ സിന്റാക്സ്. നെക്സ്റ്റ് എഗെയിൻ ഒരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യേണ്ട ഫീൽഡ് ഏതായിരുന്നു? ഗ്രേഡ് അല്ലേ അപ്ഡേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഗ്രേഡ് അതിന്റെ വാല്യൂ എനിക്ക് സിയിലേക്ക് സെറ്റ് ചെയ്യണം. എന്റർ അടിക്കുന്നു. ഇനി ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ മാച്ച്ഡ് കൗണ്ട് 1 ഒരു റെക്കോർഡ് മാച്ച് ആയിട്ടുണ്ട്, അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ നീതുവിന്റെ ഗ്രേഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സിയിലേക്ക് റീസെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇനി രണ്ടാമത്തത് അപ്ഡേറ്റ് മെനി ആണ്. ഇവിടെ നമ്മുടെ 2 സ്റ്റുഡൻസിന് എ ഗ്രേഡ് ഉണ്ടല്ലേ. അപ്പൊ എനിക്ക് ഈ 2 സ്റ്റുഡൻസിന്റെയും എ ഗ്രേഡ് ഉള്ള സ്റ്റുഡൻസിനെ ബിയിലേക്ക് റീസെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അതിന് അപ്ഡേറ്റ് മെനി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അഗെയിൻ db.collection name students.update മെനി കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പാരാമീറ്റർ ആണ്. ആദ്യത്തതിൽ ക്രൈറ്റീരിയ ഫിൽറ്റർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഗ്രേഡ് ആണ് കൊടുക്കുന്നത്. ഗ്രേഡ് എന്താണ്? എ ഗ്രേഡ് ഉള്ളവര്. ഇവിടെ നമുക്ക് യുണീക്ക് ഐ ഡി കൊടുക്കാൻ പറ്റില്ലല്ലോ, മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യണ്ടേ. ഈ രണ്ടാമത്തത് അഗെയിൻ സെറ്റ് ഓപ്പറേറ്ററിനെയാണ് യൂസ് ചെയ്യുന്നത്. അഗെയിൻ ഒരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്ത് ഗ്രേഡിനെ എന്തിലേക്ക് മാറ്റണം? ബിയിലേക്ക് റീസെറ്റ് ചെയ്യണം. എന്റർ അടിക്കുമ്പോൾ മാച്ച് കൗണ്ട് 2 കാണാം, മോഡിഫൈഡ് കൗണ്ടും 2. നമുക്ക് അഗെയിൻ ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ എ ഗ്രേഡ് ഉള്ള 2 സ്റ്റുഡൻസിന്റെയും ഗ്രേഡ് ബിയിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് സിംഗിൾ ഡോക്യുമെന്റും മൾട്ടിപ്പിൾ ഡോക്യുമെന്റും ഇതുപോലെ MongoDBയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് MongoDBന്റെ അപ്ഡേറ്റ് കമാൻഡ്. ഇനി നമുക്ക് ഈ MongoDBന്ന് എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിലീറ്റ് കമാൻഡ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ ആയിട്ട് 3 സ്റ്റുഡൻസിനെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആലീസ്, ബോബ്, ചാർലി. അവരുടെ ഏജും ഗ്രേഡും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ മൊത്തം നമ്മുടെ കളക്ഷനിൽ 6 സ്റ്റുഡൻസ് ഉണ്ട്. അപ്ഡേറ്റിന്റെയും ഇൻസേർട്ടിന്റെയും കേസ് പറഞ്ഞ പോലെ നമുക്ക് സിംഗിൾ ഡോക്യുമെന്റോ മൾട്ടിപ്പിൾ ഡോക്യുമെന്റോ ഡിലീറ്റും ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സിംഗിളോ മൾട്ടിപ്പിളോ ഡോക്യുമെന്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ആദ്യം അന്നാന്ന് നെയിമുള്ള ഒരു സിംഗിൾ സ്റ്റുഡന്റിനെയാണ് ഇതിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് എനിക്ക് സിംഗിൾ ഡോക്യുമെന്റ് ഡിലീറ്റ് ചെയ്താൽ മതി. ഞാൻ അണ്ണേന്റെ ID ഒന്ന് കോപ്പി ചെയ്യുവാണ്, ഒബ്ജക്റ്റ് ID. എന്നിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് db.collection name students.delete. ഫസ്റ്റ് നമ്മൾ സിംഗിൾ ഡോക്യുമെന്റ് ആണല്ലോ ഡിലീറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് delete 1 എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. ഫൈൻഡ് പോലെ തന്നെ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കണം. എന്റെ കണ്ടീഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി അന്നേന്റെ ഒബ്ജക്റ്റ് ID കോപ്പി ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിനെ പേസ്റ്റ് ചെയ്യുന്നു. എന്റർ അടിക്കുന്നു. അക്നോളജ്ഡ് ഡിലീറ്റ് കൗണ്ട് 1 ആണ്, എക്സിസ്റ്റിംഗ് ആണ് അന്ന. സോ അതിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് കളക്ഷനിൽ നിന്ന് അന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡന്റ് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് എനിക്ക് സ്റ്റുഡന്റ് കളക്ഷൻ, എനിക്ക് സ്റ്റുഡൻസിൽ 22 ഏജ് ഉള്ള സ്റ്റുഡൻസിനെ റിമൂവ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് മെനി മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അഗെയിൻ db.collection name students.delete many. ഇതിന്റെ അകത്ത് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഫിൽട്ടർ കണ്ടീഷൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇവിടെ ഫിൽട്ടർ കണ്ടീഷൻ എന്തായിരുന്നു? ഏജ് 22 ഏജ് ഉള്ള സ്റ്റുഡൻസിനെ എല്ലാം റിമൂവ് ചെയ്യണം. എന്റർ അടിക്കുമ്പോൾ ഇവിടെ ഡിലീറ്റഡ് കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ആണ്, അക്നോളജ്ഡ് ട്രൂ ആണ്. എഗെയിൻ നമുക്കിതൊന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. എന്റർ അടിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കളക്ഷനിൽ 3 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ഏജ് 22 ഉള്ള സ്റ്റുഡൻസും റിമൂവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് MongoDBയിൽ സിംഗിൾ ഡോക്യുമെന്റോ മൾട്ടിപ്പിൾ ഡോക്യുമെന്റോ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് ഡിലീറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് MongoDBയിലെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്തായിരുന്നു? നമ്മൾ ഫിൽട്ടർ കണ്ടീഷനിൽ സാധാരണ വേർ കണ്ടീഷനിൽ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇന്ന്, നോട്ട് ഇന്ന്,
ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് മോങ്കോ ഡിബിയിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് നെയിം ഉണ്ട്. ആ നെയിം ഉള്ള സ്റ്റുഡൻസിനെ മാത്രം എനിക്ക് ഈ ഡാറ്റാബേസിൽ നിന്ന് റിട്ടേൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ സിജുവും ബോബ് ഈ രണ്ട് നെയിം ഉണ്ട്. ഈ രണ്ട് നെയിമുള്ള സ്റ്റുഡൻസിനെ മാത്രം എനിക്ക് സ്റ്റുഡന്റ് കളക്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യണം എന്ന് വിചാരിച്ചു. അതിന് നമുക്ക് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ഫൈൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. db ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻഡ് ഓഫ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട ഫിൽട്ടർ കണ്ടീഷൻ കൊടുക്കുക ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ. നമ്മൾ പറഞ്ഞു നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മൾ ഇൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ ഓപ്പറേറ്ററിൽ നമ്മളൊരു അരേന്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ നെയിമുള്ള സ്റ്റുഡൻസിനെയാണോ റിട്ടേൺ ചെയ്യേണ്ടത് ആ സ്റ്റുഡൻസിന്റെ നെയിം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സിജു എന്ന് നെയിമുള്ള സ്റ്റുഡന്റിനെയും അതുപോലെ തന്നെ ബോബ് എന്ന് നെയിമുള്ള സ്റ്റുഡന്റിനെയുമാണ് വേണ്ടതെന്ന്. ഈ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് റിട്ടേൺ വരേണ്ടത്. SQL ക്വറിയിൽ ഇന്ന് കൊടുക്കൂലേ, അതുപോലെ തന്നെയാണ് നമുക്ക് ഏതൊക്കെ എൻ്റർ അടിക്കുന്നു. അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന ഈ സിജുവും ബോബും നെയിമുള്ള എല്ലാ ഡോക്യുമെന്റ്സും കളക്ഷനിൽ നിന്ന് റിട്ടേൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇൻ ഓപ്പറേറ്റർ. ഇനി രണ്ടാമത്തെ ഓപ്പറേറ്റർ ഗ്രേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡന്റിന്റെ ഏജ് എടുക്കുക. 25 മുകളിൽ ഏജ് ഉള്ള സ്റ്റുഡൻസിനെ ഇതിന് ഫിൽട്ടർ ചെയ്യണമെന്ന് വിചാരിച്ചു. അഗൈൻ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. നമുക്ക് 25 മുകളിൽ ഏജ് ഉള്ള സ്റ്റുഡന്റിനെ ഇതിന് കണ്ടുപിടിക്കാം. അഗൈൻ നമ്മൾ ഫൈൻ മെത്തേഡ് കോൾ ചെയ്യുന്നു. സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻഡ് ഓഫ്. ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുവാണ്. കണ്ടീഷൻ എന്താ പറയുന്നത്, ഏജ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഓപ്പറേറ്റേഴ്സിന്റെയും മുമ്പിൽ ഡോളർ വേണം കേട്ടോ. $GT ആണ് ഓപ്പറേറ്റർ. ഇതിനകത്ത് നമ്മളെ ഏജ് പറഞ്ഞു 25 ആണ് ക്രൈറ്റീരിയ. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റുഡന്റ് മാത്രമേ 25 എബോവ് ഏജ് ഉള്ളൂ. ആ സ്റ്റുഡന്റ് സിജു ആണ്. സിജുവിന്റെ റെക്കോർഡ് റിട്ടേൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേ കണ്ടീഷൻ തന്നെ എനിക്ക് 25 താഴേക്കുള്ള സ്റ്റുഡന്റിനെയാണ് കിട്ടേണ്ടതെങ്കിൽ, അതായത് 25 വയസ്സ് കുറവുള്ള സ്റ്റുഡൻസ് ഏതൊക്കെയാണോ അവരെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്ററിന് പകരം ലെസ് ദാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. LT ആണ് അതിന്റെ നെയിം. $LT കൊടുക്കുന്നു. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. രണ്ട് സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. നെക്സ്റ്റ് എനിക്ക് 23 എന്ന് പറഞ്ഞ ഏജിലുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടല്ലേ. 23 അതിൽ കൂടുതലോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതിന് GT എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ഞാനിത് ക്ലിയർ ചെയ്യുവാണ്. എന്നിട്ട് db ഡോട്ട് സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻഡ് ഓഫ്. ക്രൈറ്റീരിയന്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ഏജ് എനിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിന് GTE ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് 23 കൊടുക്കുക. അപ്പൊ 23 കൂടുതലോ ഉള്ള സ്റ്റുഡൻസിനെ റിട്ടേൺ ചെയ്യുന്നു. ചാർലിക്ക് ഇവിടെ 23 ആണ്. അതിന്റെ കൂടെ സിജു അതിന് ഗ്രേറ്റർ ആയതുകൊണ്ട് സിജുവിന്റെ രണ്ട് സ്റ്റുഡൻസ് ആണ് ഈ കളക്ഷനിൽ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സെയിം തന്നെ നമുക്ക് ലെസ് ദാനിൽ കൊടുക്കാം. അതായത് 23 അതിൽ താഴെയുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആ വേണ്ടതെങ്കിൽ ബോബും ചാർലിയും ഈ രണ്ട് സ്റ്റുഡൻസിനാണ് ഈ ഏജിൽ താഴെ 23 വയസ്സിൽ താഴേക്കുള്ളത്. ചാർലി 23, ബോബ് 21 അല്ലേ. ഇനി എനിക്ക് നോട്ട് ഇൻ ഓപ്പറേറ്റർ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചോ. അതായത് ഇതല്ലാത്ത ബാക്കിയുള്ള സ്റ്റുഡൻസിനെ റിട്ടേൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ സിജു എന്ന നെയിമുള്ള സ്റ്റുഡൻസിനെ അല്ലാതെ സിജു അല്ലാതെ ബാക്കി എല്ലാ സ്റ്റുഡൻസിനെയും കിട്ടണം എന്ന് വിചാരിച്ചോ. അതിന് നമ്മൾ നോട്ട് ഇൻ ഓപ്പറേറ്റർ NE ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അഗെയിൻ db ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഫൈൻ. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, നെയിം സിജു ആയിരിക്കാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞു NE ഓപ്പറേറ്റർ, നോട്ട് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് NE ആണ്. അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കുക, സിജു എന്നാണ് ക്രൈറ്റീരിയ. അപ്പൊ സിജു എന്ന് നെയിമുള്ള സ്റ്റുഡൻസിനെ അല്ലാതെ റിമൈനിങ് സ്റ്റുഡൻസിന്റെ ഡോക്യുമെന്റ്സ് റിട്ടേൺ ചെയ്യണം. ഇവിടെ നോട്ട് ഇൻ ഓപ്പറേറ്ററിൽ ബാക്കി എല്ലാ സ്റ്റുഡൻസിനെയും റിട്ടേൺ ചെയ്തു. അപ്പൊ GT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, LT ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഇൻ ഓപ്പറേറ്റർ NE, നോട്ട് ഇൻ ഓപ്പറേറ്റർ. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് മോങ്കോ ഡിബിയിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡും ഓറും നോട്ടും ആണ് നോക്കാൻ പോകുന്നത്.
അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് കൊടുക്കും അല്ലെ. അപ്പം ആൻഡ് ആണെങ്കിൽ എല്ലാ കണ്ടീഷൻസും അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് കൊടുക്കും. ആൻഡ് ആണെങ്കിൽ എല്ലാ എക്സ്പ്രഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്ന റെക്കോർഡ്സിനെ റിട്ടേൺ ചെയ്യും. ഓർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന റെക്കോർഡ്സിനെ റിട്ടേൺ ചെയ്യും. നോട്ട് ആണെങ്കിൽ നെഗേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന റെക്കോർഡ്സിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ എടുക്കാം. ഞാൻ 2 കണ്ടീഷൻ കൊടുക്കുകയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഏജ് ഗ്രേറ്റർ ദാൻ 23 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ബി ഗ്രേഡ്. അപ്പൊ ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 23ക്ക് മുകളിലുള്ള സ്റ്റുഡൻസിനെ എനിക്ക് റീട്രൈവ് ചെയ്യണം. ഇവിടെ 2 കണ്ടീഷൻ ഉണ്ട് അല്ലെ. നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യുവാണ്. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതിൽ ഒരു സ്റ്റുഡന്റേ ഉള്ളൂ. ഏജ് 23 ഗ്രേറ്റർ ആവുന്ന സ്റ്റുഡന്റ് സിജു ആണ്. അതിന് ബി ആണ് ഗ്രേഡ് ഉള്ളത്. എൻ്റർ അടിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ആദ്യം ഫൈൻഡ് ചെയ്യുവാണ്. db.collection name students ഡോട്ട് ഫൈൻഡ് മെത്തേഡ്. ഇതിന്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് ആൻഡ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യണം. ആൻഡിന്റെ പ്രത്യേകത എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആകുന്ന ഡോക്യുമെന്റ്സിന് മാത്രമേ ആൻഡ് റിട്ടേൺ ചെയ്യുള്ളൂ. മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അരയിലാണ് കൊടുക്കുന്നത്. ഓരോ കണ്ടീഷനും ഓരോ ഒബ്ജക്റ്റിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഏജിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 23ക്ക് മുകളിലായിരിക്കണം എന്ന്. ഞാൻ ഏജ് കൊടുക്കുന്നു. ഏജിന്റെ വാല്യൂ GT23 ഗ്രേറ്റർ ദാൻ 23 ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞ എന്തായിരുന്നു? ഗ്രേഡിന്റെ വാല്യൂ ബി ഗ്രേഡ് ആയിരിക്കണം, ബി ആയിരിക്കണം. സോ ഞാനിവിടെ GT ആണ് കൊടുത്തത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തുകൊണ്ടാണ് ഈ ചാർലിയും കൂടെ കയറി വന്നത്. ചാർലിന്റെ ഗ്രേഡ് ബി ആണല്ലോ. നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ഗ്രേറ്റർ ദാൻ മാത്രം കൊടുക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സിജു ആയിരിക്കും റിട്ടേൺ വരുന്നത്. അപ്പൊ ആൻഡ് ഇതാണ്. ഇനി അതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ ഓർ യൂസ് ചെയ്യാം. ഓറിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന ഡോക്യുമെന്റ്സിനെ ഒക്കെ റിട്ടേൺ ചെയ്യും. ഒന്നെങ്കിൽ ഏജ് 23 ഉള്ള ഡോക്യുമെന്റ്സിനെ കിട്ടും, അല്ലെങ്കിൽ ഗ്രേഡ് ബി ഉള്ള ഡോക്യുമെന്റ്സിനെ കിട്ടും. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഏജ് സിജുവിന് 30 ആണ്, ഗ്രേറ്റർ ദാൻ ആണ് ഗ്രേഡ് ബി. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവുന്നതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നു. ഈ രണ്ടാമത്തെ നോക്കുമ്പോൾ ഏജ് 23 ആണ്, 23ക്ക് മുകളിലല്ല, പക്ഷെ ഗ്രേഡ് ബി ആയതുകൊണ്ട് ഈ രണ്ടാമത്തെ ഡോക്യുമെന്റും വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ആ ഡോക്യുമെന്റ് ഓർ എടുക്കും. ക്ലിയർ ആണ്. ഇനി ഞാൻ അടുത്തത് നോക്കാൻ പോകുന്നത് നോട്ടാണ്. നോട്ടിന്റെ പ്രത്യേകത എന്താ? നെഗേറ്റ് ചെയ്യൂ അല്ലെ. ആ കണ്ടീഷൻ, ആ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ബാക്കി എല്ലാ ഡോക്യുമെന്റ്സിനെയും നോട്ട് എടുത്തിട്ട് വരും. ഫോർ എക്സാമ്പിൾ, എനിക്ക് 23 ഏജ് അല്ലാത്ത, 23ക്ക് താഴെയും 23ക്ക് മുകളിലും ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും വേണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. db.collection name students dot find of. ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ കളക്ഷന്. ഫസ്റ്റ് കൊടുക്കേണ്ടത് ഫീൽഡിന്റെ നെയിം ആണ്, ഏജ് ആണ്. ഇനി നമ്മൾ കണ്ടീഷൻ പറഞ്ഞത് ഏജ് 30 വയസ്സ് താഴെയുള്ളവരെ റീട്രൈവ് ചെയ്യണം. അതായത് 30 വയസ്സോ അതിൽ കൂടുതലോ ഏജ് ആകാൻ പാടില്ല. സോ നോട്ട് ഓപ്പറേറ്റർ നോട്ട് ഓഫ്. നെക്സ്റ്റ് എന്തായിരുന്നു? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. അപ്പൊ 30 വയസ്സുള്ളവരെ ഇതെടുക്കും. നോട്ട് വരുന്ന സമയത്ത് 30 താഴെയുള്ളവരെ റിട്ടേൺ ചെയ്യും. അപ്പോൾ 30 ബിലോ ഉള്ള 2 സ്റ്റുഡൻസിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നുമാണ് മോംഗോഡിബിയിലെ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മോംഗോഡിബിയിൽ ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യാം. ഇൻഡെക്സ് നമുക്കറിയാം നമ്മുടെ റീട്രൈവൽ ഓപ്പറേഷന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SQLന്റെ ഡാറ്റാബേസിൽ സാധാരണ കോളത്തിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാറില്ലേ. ഇവിടെ മോംഗോഡിബിയിലാണെങ്കിലും സെയിം തന്നെയാണ്. ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റീട്രൈവൽ ഫാസ്റ്റും ആയിരിക്കും. മാത്രമല്ല നമുക്ക് പ്രീ സോർട്ട് ചെയ്യാം. സോർട്ടിങ് മുന്നേ തന്നെ ഈ ഫീൽഡിന് സെറ്റ് ചെയ്ത് വെക്കാം. സോ റീട്രൈവലും സോർട്ടിങ്ങും ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ അപ്ഡേറ്റ്, ഇൻസേർട്ട് ഓപ്പറേഷൻസിനൊക്കെ സ്ലോ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീൽഡിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഫീൽഡിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റാബേസിൽ ഇൻഡെക്സിനെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റുഡന്റ് കളക്ഷൻസിൽ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്.
ഇതിന് ക്രിയേറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ബി ഡോട്ട് നമ്മുടെ കളക്ഷന്റെ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ക്രിയേറ്റ് ഇൻഡെക്സ് ഓഫ്. ഇതിന്റെ അകത്ത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഒബ്ജക്റ്റില് ഏത് ഫീൽഡിലാണോ നമുക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തേണ്ടത് അത് കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് അതിന്റെ പ്രീ സോർട്ടിംഗ് സ്പെസിഫൈ ചെയ്യുക. അതായത് ഡിസെൻഡിങ് ഓർഡറിലാണോ അസെൻഡിങ് ഓർഡറിലാണോ ഈ കോളം വാല്യൂസിനെ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ അസെൻഡിങ് ഓർഡർ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏജ് അണ്ടർസ്കോർ 1 എന്നാണ് നമ്മൾ ഈ ഫീൽഡിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ്. ഇനി നമുക്ക് നമ്മുടെ ഡി ബിയിലുള്ള എല്ലാ ഇൻഡെക്സിനെയും ഫെച്ച് ചെയ്യാം. അതിന് ഡി ബി ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഗെറ്റ് ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഗെറ്റ് ഇൻഡെക്സസ് എന്നാണ് ആ മെത്തേഡ്. എൻ്റർ അടിക്കുമ്പോൾ ഡീഫാൾട്ട് നമ്മളൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോളത്തിന് MongoDB തന്നെ ഇൻഡെക്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. SQLലും സെയിം തന്നെയല്ലേ. പ്രൈമറി കീ കോളത്തിന് ഡീഫാൾട്ട് ആയിട്ട് ഇൻഡെക്സ് ഉണ്ടല്ലോ. പിന്നെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏജ് അണ്ടർസ്കോർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ്. ഈ കളക്ഷനിൽ ആകെ 3 റെക്കോർഡ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെർഫോമൻസ് വൈസ് ചെക്ക് ചെയ്താൽ നമുക്ക് ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഒരു 5 ലാക്കോ അല്ലെങ്കിൽ 5 മില്യൺ റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരു ടേബിളിന് ഒരു കളക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡാറ്റ റീട്രൈവ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഉണ്ടെങ്കിലും ഇൻഡെക്സ് ഇല്ലെങ്കിലും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പൊ കറക്റ്റ് കോളത്തിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഇൻഡെക്സസ് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു ഇൻഡെക്സിനെ ഡിലീറ്റ് ചെയ്യുന്നത്. അതിന് ഡ്രോപ്പ് ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അഗെയിൻ ഡി ബി ഡോട്ട് നമ്മുടെ കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് ഡ്രോപ്പ് ഇൻഡെക്സ്. ഇതിന്റെ അകത്ത് നമ്മുടെ ഇൻഡെക്സിന്റെ നെയിം കൊടുക്കുക. നമ്മുടെ ഇവിടെ ഇൻഡെക്സ് ഏജ് അണ്ടർസ്കോർ 1 അല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ഇൻഡെക്സ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ഇൻഡെക്സിന്റെ ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡി കോളത്തിന്റെ ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻഡെക്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് MongoDBയിൽ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് MongoDBയിലെ കളക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മുടെ ഡാറ്റാബേസിലെ കളക്ഷനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഷോ സ്പേസ് കളക്ഷൻസ് എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. നമ്മളിപ്പോ ഒരു കളക്ഷൻ അല്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് അത് ഇവിടെ കാണാം. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് വരുന്നതാണ്. ഇനി നമ്മുടെ SQLനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേഷണൽ ഡാറ്റാബേസിൽ എങ്ങനെയാണോ ടേബിൾ അതുപോലെ തന്നെയാണ് MongoDBയിലെ കളക്ഷൻസും. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MongoDBയിലെ കളക്ഷന് ഡോക്യുമെന്റ്സിന്റെ ബിഹേവിയർ നമുക്ക് പ്രീ ഡിഫൈൻഡ് അല്ല. അതിന്റെ സ്കീമ ഇങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് എൻഫോഴ്സ് ചെയ്യില്ല. ഓരോ ഡോക്യുമെന്റ് എടുത്താലും അതിന്റെ സ്ട്രക്ചറും നമ്പർ ഓഫ് ഫീൽഡ്സും ഡാറ്റ ടൈപ്പ് ഒക്കെ ഡിഫറെന്റ് ആണെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കളക്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ക്രിയേറ്റ് കളക്ഷൻ മെത്തേഡിന് ഇനി രണ്ടാമതൊരു പാരാമീറ്ററും കൂടിയുണ്ട്. അവിടെ നമുക്ക് ഈ കളക്ഷന്റെ മാക്സിമം സൈസും മാക്സിമം റെക്കോർഡ് നമ്പറും ഒക്കെ മാനുവലി സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്യാപ്ഡ് പ്രോപ്പർട്ടീനെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യണം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കളക്ഷൻ ഒരു മാക്സിമം സൈസ് ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ കളക്ഷന്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് സൈസ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ കളക്ഷന്റെ മാക്സിമം സൈസ് 10 MB ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് മാക്സിമം നമ്പർ ഓഫ് റെക്കോർഡ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 100 ഡോക്യുമെന്റ്സ് ആണ് മാക്സിമം ഈ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കളക്ഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചെയ്യുവാണ്. നമുക്കറിയാം കളക്ഷനിൽ ഓരോ ഡോക്യുമെന്റിന്റെയും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ID ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓട്ടോ ഇൻഡെക്സിംഗ് ആണ്. മാനുവലി ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓട്ടോ ഇൻഡെക്സ് ID ഫോൾസ് ആക്കുന്നു. ടീച്ചർ എന്ന് പറഞ്ഞ ഒരു കളക്ഷനും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഷോ കളക്ഷൻസ് എടുക്കുവാണ്. നമുക്കിവിടെ സ്റ്റുഡൻസും ടീച്ചറും രണ്ട് കളക്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ കളക്ഷനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് DB ഡോട്ട് കളക്ഷൻ നെയിം, ഞാൻ ഈ ടീച്ചർ എന്ന് പറഞ്ഞ കളക്ഷനെയാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ടീച്ചർ ഡോട്ട് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എൻ്റർ അടിച്ചിട്ട് അഗെയിൻ ഷോ കളക്ഷൻ നോക്കിയാൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഒരൊറ്റ കളക്ഷനെ നമ്മുടെ DBയിലുള്ളൂ.
അപ്പൊ ഇവിടെ നമ്മുടെ ട്യൂട്ടോറിയൽ എൻഡ് ചെയ്യാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി MongoDBന്റെ അഡ്വാൻസ്ഡ് കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്